Hi all, welcome back to our class. ഇന്ന് നമ്മൾ കേട്ടഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ കെമിസ്ട്രിയുടെ സിലബസ് വൈസ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. നമ്മൾ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കെമിസ്ട്രിയുടെ ക്ലാസ്സസോട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി സിലബസ് അനാലിസിസ് ഡിസ്കസ് ചെയ്തു ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ. കെമിസ്ട്രിയുടെ സിലബസൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് 15 ചാപ്റ്റേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും വേഗത്തിൽ തീർത്ത് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് കെമിക്കൽ ചേഞ്ചസ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ട്. അതേപോലെ തന്നെ എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻസ്. അവിടെ എൻതാൽപ്പി എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. എൻതാൽപ്പി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇലക്ട്രോളിസിസ്, വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് നമുക്ക് പഠിക്കാറുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ്. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ്, പിന്നെ എനർജി ചേഞ്ചസ്, ഇത്രയൊക്കെ ചേരുന്ന ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്താണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സബ്സ്റ്റൻസസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുണ്ടാകുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച്, അത് പൂർണ്ണമായിട്ടും റിവേഴ്സിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മെഴുകുരുകുന്നു, അല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് ഐസ്. അപ്പോൾ തിരിച്ചപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറായിട്ട് മാറിയാൽ ആ വാട്ടറിനെ നമുക്ക് തിരിച്ച് ഫ്രീസ് ചെയ്ത് എന്താക്കാൻ പറ്റും, ഐസ് എന്ന് പറയുന്ന പഴയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ റിവേഴ്സിബിൾ ആയിട്ട് എന്ന് വെച്ചാൽ ചേഞ്ച് നടന്നാലും അത് ടെമ്പററി ആണ്, തിരിച്ച് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന ചേഞ്ചുകളെ നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്നും. എന്നാൽ ഡൈജഷൻ, റെസ്പിറേഷൻ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ഉണ്ടല്ലോ, കെമിക്കൽ ചേഞ്ചസ്. അപ്പോൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അത് ഇറിവേഴ്സിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ മിൽക്ക്, സോറിങ് ഓഫ് മിൽക്ക് കേർഡായിട്ട് മാറുന്നല്ലേ, പാല് പുളിച്ച് തൈരാകുന്നു. ഒരിക്കലും നമുക്ക് തിരിച്ചെന്താണ് ആ തൈരിനെ, ആ കേർഡിനെ നമുക്ക് മിൽക്ക് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അവിടെ ന്യൂ പ്രോഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഫിസിക്കൽ ചേഞ്ചസിൽ എന്താണ്, നോ ന്യൂ പ്രോഡക്ട്സ് ആർ ഫോംഡ്. അപ്പോൾ അവിടെ ന്യൂ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല, അതായത് ഫോർമേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നതില്ല. എന്നാൽ ഇവിടെ എന്താണ്, കെമിക്കൽ ചേഞ്ചസ് വരുമ്പോൾ ഇവിടെ എന്താണ്, എനർജി ഐദർ അബ്സോർബ്ഡ് ഓർ റിവോൾവ്ഡ് ആണ്. അപ്പോൾ അവിടെ ന്യൂ എനർജി ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ന്യൂ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോളിക്കുലാർ കോമ്പോസിഷൻ മൊത്തം ഈ കെമിക്കൽ ചേഞ്ചസിലേക്ക് വരുമ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ അത് ഓർക്കുക, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പററി ചേഞ്ച് ആണ് നമ്മൾ പറഞ്ഞത്, താൽക്കാലികമായ മാറ്റങ്ങളാണ്. ആദ്യം ആ എക്സാമ്പിൾ ഓർക്കുക, പിന്നെ നമ്മളതിനെ കമ്പയർ ചെയ്താൽ മതി. മെൽറ്റിംഗ് ഓഫ് ഐസ്, ഫ്രീസിങ് ഓഫ് വാക്സ്, ബോയിലിംഗ് ഓഫ് വാട്ടർ, വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ ബോയിലിംഗ്, അതുപോലെ കണ്ടൻസേഷൻ, ഇവോപ്പറേഷൻ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ ചേഞ്ചുകളാണ്. അത് റിവേഴ്സിബിൾ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഷേപ്പ്, സൈസ്, ഇതൊക്കെയാണെന്ന് ചേഞ്ച് ആകുന്നത്. വോളിയം, ഷേപ്പ്, സൈസ് ഇങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ മാത്രം ചേഞ്ച് ചെയ്യുന്നു. They do not involve the production of energy. No new substance is formed. ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, they are permanent changes എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല. എഫക്ട്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഷേപ്പും സൈസും വോളിയവും മാത്രമല്ല, പിന്നെന്താണ് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ ആ മോളിക്കുലാർ കോമ്പോസിഷനെ മൊത്തമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ന്യൂ സബ്സ്റ്റൻസ് ഒക്കെ ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ എഫക്ട്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ സബ്സ്റ്റൻസുകൾക്കുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിനെയും അത് ബാധിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് എനർജി, അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ ബേണിംഗ് ഓഫ് കോള് ബേൺ ചെയ്യുന്നു. റെസ്റ്റിംഗ് ഓഫ് അയൺ, അല്ലെ, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഡൈജഷൻ, റെസ്പിറേഷൻ, ഇവയെല്ലാം എന്താണ്, കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ കോള് ബേൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫ്യൂവൽസിൻ്റെ ബേണിങ്, ആ ബേണിങ്ങിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുക, അല്ലേ. ഇപ്പോൾ വെഹിക്കിൾസ് ഒക്കെ ഓടാൻ ആവശ്യമായിട്ടുള്ള എനർജി, ഇപ്പോൾ പെട്രോളിയം ഒക്കെ ആണെങ്കിൽ അത് ബേൺ ചെയ്തിട്ട് നമുക്ക് എനർജി കിട്ടും. അപ്പോൾ അവിടെ ഫോർമേഷൻ ഓഫ് എനർജി, ഫോർമേഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. കെമിക്കൽ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസും അതിൻ്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് എക്സോതെർമിക് റിയാക്ഷൻസ് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പോൾ ഇതെന്താണ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്? ഒരു റിയാക്ഷനിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു, മറ്റൊന്നിൽ റിലീസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള രണ്ട് റിയാക്ഷൻസ് ആണ്.
ഇപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻസ് ഇൻ വിച്ച് സിസ്റ്റം അബ്സോർബ്സ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. ഇപ്പോൾ എൻഡോതെർമിക് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസിൽ സിസ്റ്റം അബ്സോർബ്സ് ഹീറ്റ് എനർജി ഫ്രം ദി സറൗണ്ടിങ്സ്. സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് നടക്കുന്ന റിയാക്ഷനുകളാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ മെൽറ്റിങ്, ബോയിലിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? മെൽറ്റിംഗ് ആയിക്കോട്ടെ, ബോയിലിംഗ്, ഇവോപ്പറേഷൻ, സബ്ലിമേഷൻ, ഇതൊക്കെ എന്താണ്? എൻഡോതെർമിക് റിയാക്ഷനുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറായിട്ട് മാറുന്നത് എന്താണ്? സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് അല്ലേ? അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഐസ് ഉരുകി എന്തായിട്ട് മാറുന്നത്? വാട്ടറായിട്ട് മാറുന്നത്. അപ്പോൾ അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അവിടെ ഹീറ്റ് എനർജിയെ എന്താണ്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം എനർജി ഹീറ്റിന്റെ ഫോമിൽ സറൗണ്ടിങ്ങിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നു. എന്നാൽ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഇൻ വിച്ച് സിസ്റ്റം റിലീസസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സിലേക്ക് ഹീറ്റിനെ കൊടുക്കുക, അങ്ങനത്തെ റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് റിയാക്ഷൻസ് ഉണ്ടല്ലോ, മെൽറ്റിങ്ങിന്റെയും ബോയിലിങ്ങിന്റെയും ഒക്കെ. അതൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ? ഫിസിക്സിൽ പഠിച്ചില്ലേ? എന്തൊക്കെയാണ്? ഫ്രീസിങ് എന്ന് പറയുന്നത്, അതായത് വാട്ടർ ഫ്രീസ് ചെയ്ത് എന്തായിട്ട് മാറുകയാണ്? തിരിച്ച് ഐസായിട്ട് മാറുക. അവിടെ എന്താ ചെയ്യുന്നത്? ഈ എക്സ്ട്രാ ഹീറ്റിനെ സിസ്റ്റം എന്താണ്? പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറ്റ് എനർജിയെ റിലീസ് ചെയ്യുന്നതാണ് ഫ്രീസിങ്. അതേപോലെ തന്നെ എന്താണ്? കണ്ടൻസേഷന് ഫ്രീസിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫ്രീസിങ് ആയിക്കോട്ടെ, കണ്ടൻസേഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ റസ്റ്റിംഗ് ഓഫ് അയൺ, ഇങ്ങനത്തെ റിയാക്ഷൻസിലൊക്കെ എന്താണ്? സിസ്റ്റം ഹീറ്റ് എനർജിയെ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താ പറയുക, റിലീസ് ചെയ്യുകയാണ്. അത്തരം റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ എൻഡോതെർമിക് റിയാക്ഷൻസും എക്സോതെർമിക് റിയാക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ടേം വരുന്നുണ്ട്. 1-2 ടേമുകൾ നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ടേമാണ് എൻതാൽപ്പി ഓർ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻതാൽപ്പി ഓർ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് നമ്മൾ ഫിസിക്സിൽ പഠിച്ചല്ലേ? ഹീറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അതിൽ പറയുന്നത് പോലെയൊക്കെ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും അത് ട്രാൻസ്ഫറബിൾ ആണ്. നമ്മൾ പറഞ്ഞല്ലേ, ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നുണ്ട്. റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുമ്പോൾ ഒന്നുകിൽ ഹീറ്റിന്റെ ഫോമിൽ എനർജിനെ അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? റിലീസ് ചെയ്യുക. അപ്പോൾ അവിടെ അബ്സോർബ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ ഹീറ്റും പ്രോഡക്റ്റിൻ്റെ ഹീറ്റ് എനർജിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എൻതാൽപ്പി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടേം വളരെ ഫെമിലിയർ ആയിരിക്കണം. സിംപിളി പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ്. എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? സിംപിളി പറഞ്ഞാൽ അത് ഹീറ്റ് കണ്ടന്റ് ആണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു എൻതാൽപ്പി, ഒരു സിസ്റ്റത്തിന്റെ എൻതാൽപ്പിയേക്കാൾ കൂടുതൽ നമ്മൾ അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ആയിരിക്കും പറയുന്നത്. അപ്പോൾ എൻതാൽപ്പി ചേഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എച്ച് എന്നാണ്. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എൻതാൽപ്പിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ മീൻ ചെയ്യുന്നത്? റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ എന്താണ്? അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഹീറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? എച്ച് ഓഫ് പ്രോഡക്ട്സ് മൈനസ് എച്ച് ഓഫ് റിയാക്റ്റൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ എച്ച് ഓഫ് പ്രോഡക്ട്സ് മൈനസ് എച്ച് ഓഫ് റിയാക്റ്റൻസ്, പ്രോഡക്ട്സും റിയാക്റ്റൻസും തമ്മിലുള്ള ആ ഒരു ഹീറ്റിലെ വ്യത്യാസം, ആ ഒരു ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എച്ച് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ, ഇപ്പോൾ ഒരു ക്ലോസ്ഡ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ്? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഐദർ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് അല്ലേ? ഒന്നുകിൽ അത് റിലീസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐദർ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഹീറ്റ് റിലീസ്ഡ്. അപ്പോൾ അബ്സോർബ്ഡ് ആയിക്കോട്ടെ റിലീസ്ഡ് ആയിക്കോട്ടെ അവിടെ ഒരു ഹീറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പോൾ ഹീറ്റ് കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ആണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ എച്ച് ആണ്. എച്ച് പ്രോഡക്ട്സ് മൈനസ് എച്ച് റിയാക്റ്റൻസ് എന്ന് പറയുന്നതാണ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച്. ഇനി എൻതാൽപ്പി എച്ച് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്?
എൻതാൽപ്പി എച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും എന്നറിയാമോ? എൻതാൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആയിരിക്കും. എന്താണ് യു പ്ലസ് പി വി? എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആയിരിക്കും. ഇവിടെ യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്, സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജിയാണ് എന്തെന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത്. പിയും വിയും എന്താണ്? പി ഈസ് ദ പ്രഷർ, പി എന്ന് ഉദ്ദേശിക്കുന്ന പ്രഷറാണ്. വി അപ്പോൾ എന്തായിരിക്കും? വി ഈസ് ദ വോളിയം ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻതാൽപ്പി എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ പഠിക്കണേ. എൻതാൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആയിരിക്കും. എൻതാൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം ആയിരിക്കും. ഇന്റേണൽ എനർജി എന്താണ്? പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയവുമായിട്ട് ആഡ് ചെയ്യുക, അങ്ങനെ കിട്ടുന്നതായിരിക്കും എൻതാൽപ്പി, അല്ലെങ്കിൽ എന്താണ്? ഹീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എൻതാൽപ്പി എന്താണെന്ന് ക്ലിയർ ആണല്ലോ. അപ്പോൾ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആയിരിക്കും. നമ്മളെപ്പോഴും എൻതാൽപ്പി എങ്ങനെയാണ് പറയുക? എൻതാൽപ്പി ചേഞ്ച് ആയിട്ടാണ് പറയുന്നത്, ആ ഹീറ്റിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ നമ്മൾ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്നാണ് പറയുക. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യും? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലേ, പി ഡെൽറ്റ വി ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. എൻതാൽപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി ഇവിടെ ഒരു ടേം വന്നല്ലോ, ഇന്റേണൽ എനർജി. അതുകൂടെ എന്താണെന്ന് മനസ്സിലാക്കുക. ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ കുറേ മോളിക്യൂൾസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ മോളിക്കുലാർ മോഷനും ഉണ്ട്, ആ മോഷനിലിരിക്കുന്ന മോളിക്യൂൾസും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഗറേഷൻ കൊണ്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ഇരിക്കുന്ന മോളിക്യൂൾസും ഉണ്ട്. അപ്പോൾ അവിടെ മോളിക്കുലാർ മോഷൻ കൊണ്ടും പിന്നെന്താണ് മോളിക്കുലാർ കോൺഫിഗറേഷൻ കൊണ്ടും എനർജി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോട്ടൽ എനർജി, സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി ആണ് നമ്മൾ ഇന്റേണൽ എനർജി യു എന്ന് ഇവിടെ വിളിച്ചത്. ഈ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ എനർജിയാണ്. ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി, അതിനെ ഞാൻ യു കെ എന്ന് വിളിക്കുവാണേ. മോളിക്യൂൾസിൻ്റെ മോഷൻ ഉണ്ടല്ലോ, ആ മോഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മോഷൻസ് ഒക്കെ ആകാം? റൊട്ടേഷണൽ ആകാം, വൈബ്രേഷണൽ ആകാം, ട്രാൻസ്ലേറ്ററി ആകാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട്. അപ്പോൾ ആ മോഷൻ കൊണ്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? ആ മോളിക്യൂലാർ കോൺഫിഗറേഷൻ കൊണ്ട് അവിടെ ഉള്ളൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതിനെ ഞാൻ യു പി എന്ന് വിളിച്ചു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മായിട്ട് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് വിളിക്കുന്നത്. ഈ ഇന്റേണൽ എനർജിയും പിന്നെന്താണ്? പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം പി വി, അതും കൂടെ ചേരുന്നതാണ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി ഇത് എനർജി ചേഞ്ച് ആണ്. അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ എനർജി ചേഞ്ച് ആണ്. എൻതാൽപ്പി എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കണ്ടന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സ് അല്ലേ? തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എപ്പോഴും ഹീറ്റിനെ മറ്റു ഫോംസ് ഓഫ് എനർജിയുമായിട്ട് മാറുന്ന ആ ഒരു ഇന്റർ കൺവേർഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് തെർമോഡൈനാമിക്സ്, ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത. അപ്പോൾ അവിടെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റിൻ്റെ ഫോമിലാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഹീറ്റ് കണ്ടന്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ തെർമോഡൈനാമിക്സിൽ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ എൻതാൽപ്പി എന്ന് പറയുന്നത്. അത് ഹീറ്റ് കണ്ടന്റ് ആണ്, യു പ്ലസ് പി വി ആണെന്ന് ഓർത്തിരിക്കുക. അത് നമ്മൾ എപ്പോഴും ചേഞ്ച് വെച്ചിട്ടാണ് പറയുന്നത്, പ്രോഡക്റ്റും റിയാക്റ്റനും തമ്മിലുള്ള ഹീറ്റിലെ വ്യത്യാസം. അപ്പോൾ എച്ച് ഓഫ് പ്രോഡക്ട്സ് മൈനസ് എച്ച് ഓഫ് റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് ഓർത്തിരിക്കുക. അവിടെ യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്, വിച്ച് ഈസ് ദ സം ഓഫ് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്രയും പറഞ്ഞത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എൻഡോതെർമിക്കിലും എക്സോതെർമിക്കിലും ഈ ഡെൽറ്റ എച്ച് എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻഡോതെർമിക്കും എക്സോതെർമിക്കും ക്ലിയർ ആയി അല്ലേ? അപ്പോൾ ഡെൽറ്റ എച്ച് എന്താണെന്നും മനസ്സിലായി. ഇനി നമുക്ക് എൻഡോതെർമിക് റിയാക്ഷനെ എക്സോതെർമിക് റിയാക്ഷനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എക്സോതെർമിക്കിൻ്റെ എൻഡോതെർമിക്കിൻ്റെയും ആ റിയാക്ഷൻ്റെ ഡയഗ്രം ഒന്ന് നോക്കാമേ. ഇത് എക്സോതെർമിക് റിയാക്ഷൻ്റെ ഒരു ഡയഗ്രമാണ്. ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇവിടെ എനർജിയെ വൈ ആക്സിസിലും ടൈമിനെ എക്സ് ആക്സിസിലുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. എക്സോതെർമിക്കിലാണെങ്കിൽ എന്താണ്? സിസ്റ്റം ഹീറ്റ് എനർജിയെ സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുകയാണ് അല്ലേ, റിലീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ റിയാക്റ്റൻറ്റുകൾ എങ്ങനെയായിരിക്കും? റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും കൂടെ ഒന്ന്
എടുത്തു കഴിഞ്ഞാൽ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയെ പുറത്തേക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ റിയാക്റ്റന്റ് ഹയർ എനർജി ലെവലിലായിരിക്കും, ശരിയല്ലേ. റിയാക്റ്റന്റ് ഹയർ എനർജി ലെവലിലായിരിക്കും, പ്രോഡക്റ്റ് ഒരു ലോവർ എനർജി ലെവലിലായിരിക്കും. ബിക്കോസ് എന്താണ്, റിയാക്റ്റൻസ് ഹാവ് ലോസ്റ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ടു ദ സറൗണ്ടിങ്സ്. റിയാക്റ്റൻസിന് എനർജിയെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എനർജിയാണ് വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത്. റിയാക്റ്റൻസ് ഹയർ എനർജി ലെവലിലാണ്. ഹയർ എനർജി ലെവലിലുള്ള റിയാക്റ്റൻസ് എന്താണ്, ഡെൽറ്റ എച്ച്. ആ ഒരു ഹീറ്റ് ചേഞ്ച്, റിയാക്റ്റന്റും പ്രോഡക്റ്റും തമ്മിലുള്ള ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ചേഞ്ച് എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ അതിനെ എനിക്ക് ഡെൽറ്റ എച്ച് എന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും? എപ്പോഴും ഓർത്തിരിക്കുക, എക്സോതെർമിക് റിയാക്ഷനിലെ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എന്താണ് പറയുക, ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്, എനർജി ലൂസ് ചെയ്യുവാണ്, ലോസ് ഓഫ് എനർജിയാണ്. ബിക്കോസ് റിയാക്ടൻസ് ഹാവ് ലോസ്റ്റ് എനർജി ടു ദ സറൗണ്ടിങ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിന് മുമ്പ് അതിൻ്റെ എനർജി നഷ്ടപ്പെടുകയാണ്. റിയാക്ടൻസ് ഒരു ഹയർ എനർജി ലെവലിലാണ്, അവിടെ നിന്ന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി, അതായത് അത് നമുക്ക് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, അപ്പം അത് ഡെൽറ്റ എച്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഡെൽറ്റ എച്ചിനെ കൊടുത്തുകൊണ്ട് ആ ഒരു ഹീറ്റ് ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് അത് എന്തായിട്ട് മാറി, ലോവർ എനർജിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഡെൽറ്റ എച്ച് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കുമെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എൻഡോതെർമിക് റിയാക്ഷനിലേക്ക് വരുമ്പോൾ, എൻഡോതെർമിക് റിയാക്ഷനിൽ എന്താണ്, എൻഡോതെർമിക് റിയാക്ഷൻസിൽ പ്രോഡക്ട്സ് ആയിരിക്കും ഹയർ എനർജി ലെവലിൽ, റിയാക്ടൻസിന് ലെസ് എനർജി ആയിരിക്കും. ബിക്കോസ് എന്താണ്, റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറണമെങ്കിൽ ലോവർ എനർജി ലെവലിൽ ഇരിക്കുന്ന റിയാക്ടൻസ് ഹയർ എനർജി ലെവലിലേക്കുള്ള പ്രോഡക്ട്സ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം. ആരെ അബ്സോർബ് ചെയ്യണം, എനർജിയെ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. വിച്ച് റിയാക്ടൻസ് അബ്സോർബ്സ് ഹീറ്റ് എനർജി ഫ്രം ദ സറൗണ്ടിങ്സ്. എന്നിട്ട് എന്ത് ചെയ്തു, കൺവേർട്ട് ഇൻ ടു ദ പ്രോഡക്റ്റ്. അത് പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഇപ്പോൾ റിയാക്ടൻസ് ലോവർ എനർജി ലെവലിലും പ്രോഡക്റ്റ് ഹയർ എനർജി ലെവലിലുമാണ്. ഇവിടെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഗെയിൻ ആയതുകൊണ്ട് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക, ഗെയിൻ ഓഫ് എനർജി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവും. പിന്നെന്താണ്, എക്സോതെർമിക് റിയാക്ഷൻസിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്നും ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എക്സോതെർമിക്കിനെ എൻഡോതെർമിക്കിനെ ഒന്ന് കമ്പയർ ചെയ്താൽ, എക്സോതെർമിക് റിയാക്ഷൻസ് ഹീറ്റ് എനർജി എന്ത് ചെയ്യുകയാണ്, റിലീസ് ചെയ്യുകയാണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പ്രോഡക്റ്റുകളുടെ എനർജി ലോ ആണ്. ഇവിടെ എൻഡോതെർമിക് റിയാക്ഷനിലേക്ക് വരുമ്പോൾ പ്രോഡക്റ്റിന്റെ എനർജിയാണ് ഹൈ. അതായത് ഡെൽറ്റ എച്ച് എന്താണ്, ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആണ്. ഇവിടെ സിസ്റ്റം സറൗണ്ടിങ്സിൽ നിന്നും ഹീറ്റിനെ എന്ത് ചെയ്യുകയാണ്, അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മളിനി നോക്കാൻ പോകുന്നത് എക്സോതെർമിക് റിയാക്ഷൻ വേഴ്സസ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. മെയിൻ എന്തൊക്കെയാണ് ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചതാണ്. എൻഡോതെർമിക്കും എക്സോതെർമിക്കും നോക്കാം. എൻഡോതെർമിക്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എനർജി ഈസ് എക്വേർഡ് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ് എൻഡോതെർമിക്കിൽ. എക്സോയിലേക്ക് വരുമ്പോൾ എന്താണ്, റിലീസസ് എനർജി ടു ദ സറൗണ്ടിങ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി എനർജി ട്രാൻസ്ഫർ, അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ്, എൻഡോതെർമിക്കിൽ അബ്സോർബ് എനർജിയാണ്, എക്സോ വരുമ്പോൾ റിലീസ് എനർജിയാണ്. എൻതാൽപ്പി ചേഞ്ച് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. ബിക്കോസ് എന്താണ്, ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിയാക്ടൻസ് ലോവർ എനർജി ലെവലിലായിരിക്കും. അത് പ്രോഡക്റ്റായിട്ട് മാറണമെങ്കിൽ എന്താണ്, എനർജി അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ റിയാക്ടൻസ് എനർജിയെ അബ്സോർബ് ചെയ്യുക ആയതുകൊണ്ട് ഇവിടെ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആണ്. എക്സോതെർമിക് റിയാക്ഷനെ സംബന്ധിച്ച് എന്താണ്, ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. ബിക്കോസ് എന്താണ്, റിയാക്ടൻസ് ഹാവ് ലോസ്റ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, പ്രോഡക്ട്സിനെ പറ്റി പറഞ്ഞാൽ എന്താണ്, പ്രോഡക്ട്സ് ഹാവ് ഹയർ എനർജി കമ്പയർഡ് ടു ദ എനർജി ഓഫ് ദ റിയാക്ടൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷനിൽ. എക്സോയിലേക്ക് വരുമ്പോൾ എന്താണ്, എനർജി ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലോവർ ദാൻ ദ എനർജി ഓഫ് ദി റിയാക്ടൻസ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം എനർജി ഹൈ ആകുമ്പോൾ എന്താണ്, എനർജി ഹൈ ആകുമ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ് അല്ലേ, ലെസ് സ്റ്റേബിൾ ആണ്. ഇപ്പോൾ സ്റ്റെബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സ് ആർ ലെസ് സ്റ്റേബിൾ ബിക്കോസ് പ്രോഡക്ട്സ് ഹാവ് ഹയർ എനർജി അല്ലേ എൻഡോതെർമിക് റിയാക്ഷനിൽ. അതുകൊണ്ട് പ്രോഡക്ട്സ് ലെസ് സ്റ്റേബിൾ ആയിരിക്കും എൻഡോതെർമിക് റിയാക്ഷനിൽ. എക്സോതെർമിക്കിലേക്ക് വരുമ്പോൾ എന്താണ്, പ്രോഡക്ട്സ് ആർ മോർ സ്റ്റേബിൾ ആണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് എനർജി ചേഞ്ചസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഒരു ചെറിയ കാര്യമാണ്, ചെറിയൊരു കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാവുന്ന എനർജി ചേഞ്ചസിനെ കുറിച്ചൊരു ഐഡിയ ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും ചേർന്നിട്ട് 2 വാട്ടർ മോളിക്യൂൾ ഇവിടെ ഫോം ചെയ്യുവാണ്. അപ്പം നമുക്കറിയാം ഹൈഡ്രജനും
ഓക്സിജനും ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ മോളിക്യൂൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 H ആറ്റംസ് ചേരുന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 O ആറ്റംസ് ചേരുന്നത്. അപ്പോൾ ഓയും ഓയും ചേരുന്നതാണ് ഓക്സിജൻ. ഹൈഡ്രജൻ ആറ്റവും ചേരുന്നതാണ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഓക്സിജനും ചേരുന്നതാണ് ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റംസിനിടയ്ക്കും ഓക്സിജൻ ആറ്റംസിനിടയ്ക്കും ഒരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യുകയാണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ബോണ്ടും ഓക്സിജൻ ബോണ്ടും കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യുകയാണ്. ഇതാണ് പ്രോഡക്റ്റ്. ഇവിടെ പ്രോഡക്റ്റിൽ ആർക്കൊക്കെ ഇടയിലാണ് ബോണ്ട് ഫോം ചെയ്യേണ്ടത്? യെസ്, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടെ ചേരണം അല്ലേ. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്ന് 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും അല്ലേ. ഇപ്പം 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുന്ന ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യണം. ആരെ ബ്രേക്ക് ചെയ്യണം? ഹൈഡ്രജൻ ആറ്റംസിനിടയിൽ ഉണ്ടായിരുന്ന ബോണ്ടിനെയും ഓക്സിജൻ ആറ്റംസിനിടയിൽ ഉണ്ടായിരുന്ന ബോണ്ടിനെയും ബ്രേക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യുകയാണ്. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുന്ന H2O എന്ന് പറയുന്ന ഒരു ന്യൂ ബോണ്ട് അവിടെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബോണ്ട് ബ്രേക്കിങ്ങും ഉണ്ട്, ബോണ്ട് ഫോർമേഷനും ഉണ്ട്. ബോണ്ട് ബ്രേക്കിങ്ങിലും ബോണ്ട് ഫോർമേഷനിലും എങ്ങനെയാണ് എനർജിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബോണ്ട് എപ്പോഴും ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതായത് ദാറ്റ് ഈസ് ഒരു 2 ഹൈഡ്രജൻ ആറ്റംസിനിടയിൽ ഉണ്ടാവുന്ന ബോണ്ട് അല്ലെങ്കിൽ 2 ഓക്സിജൻ ആറ്റംസിനിടയിൽ ഉണ്ടാവുന്ന ബോണ്ട്, അപ്പോൾ ആ ഒരു ബോണ്ടിനെ എപ്പോഴും ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുകയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഫോർ ബോണ്ട്സ് ടു ബ്രേക്ക് എനർജി ഈസ് അബ്സോർബ്ഡ്. അതേപോലെ തന്നെ ഫോർ ബോണ്ട്സ് ടു ഫോം, ന്യൂ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എനർജി എന്ത് ചെയ്യുകയായിരിക്കും ചെയ്യുക? റിലീസ്ഡ് ആയിരിക്കും. ഫോർ ന്യൂ ബോണ്ട്സ് ടു ഫോം എനർജി ഈസ് റിലീസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഒരു നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യണം. ഒരു നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? 2 നൈട്രജൻ ആറ്റംസ് തമ്മിൽ ചേരുക അല്ലേ. അപ്പോൾ അവിടെ ഒരു പുതിയ നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്ത്, അപ്പോൾ ഫോർമേഷനിൽ, നൈട്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷനിൽ എന്താണ് സംഭവിക്കുക? ഫോർമേഷൻ ആയതുകൊണ്ട് എന്താണ്? എനർജി അവിടെ റിലീസ്ഡ് ആയിരിക്കും. എനർജി എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? റിലീസ്ഡ് ആയിരിക്കും. എന്നാൽ 2 നൈട്രജൻ ആറ്റംസ് തമ്മിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു നൈട്രജൻ മോളിക്യൂളിലെ 2 നൈട്രജൻ ആറ്റംസിന്റെ ബ്രേക്കിംഗ് ആണെങ്കിൽ ബ്രേക്കിങ്ങിൽ എന്തായിരിക്കും? എനർജി അബ്സോർബ്ഡ് ആയിരിക്കുമെന്നും ഓർത്തിരിക്കുക. എനർജി അബ്സോർബ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു കാർബൺ മോണോക്സൈഡിന്റെ മോളിക്യൂള് ബ്രേക്ക് ചെയ്യുവാണ്. കാർബൺ മോണോക്സൈഡിന്റെ ഒരു മോളിക്യൂൾ ബ്രേക്ക് ചെയ്യുന്ന കേസ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ബോണ്ട് എന്ത് ചെയ്യുകയാണ്? ബ്രേക്ക് ചെയ്യുകയാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എനർജി അബ്സോർബ് ചെയ്യുകയായിരിക്കും. എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? അബ്സോർബ്ഡ് ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ എനർജി റിലീസ്ഡ് ആണ്. ബോണ്ട് ഡിസോസിയേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ ഫോർ ബോണ്ട്സ് ടു ബ്രേക്ക് എനർജി അബ്സോർബ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയെ നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷനിലെ ആ ഒരു ബോണ്ട് സ്ട്രെങ്ത് ഒക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് കിലോ ജൂൾ മോൾ ഇൻവേഴ്സിലായിരിക്കും. ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എനർജി നീഡഡ് ടു ബ്രേക്ക് ദ ബോണ്ട് ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അപ്പോൾ ബിഫോർ കമ്മിങ് ടു ദ ടോപ്പിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ എന്താ ഓർക്കുക? ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിട്ടുകൊണ്ട് ഒരു അയോണിക് കോമ്പൗണ്ടിനെ ഡികമ്പോസ് ചെയ്യുക. ഒരു അയോണിക് കോമ്പൗണ്ടിനെ ഡീകമ്പോസ് ചെയ്ത് വിഘടിപ്പിക്കുക അല്ലേ. ഡീകമ്പോസ് ചെയ്ത് സിംപ്ലർ സബ്സ്റ്റൻസസ് ആക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉപ്പില്ലേ, അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ അതിൻ്റെ ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഫോമിൽ ആ ഒരു സമയത്ത് എന്താണ്? അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ NaCl എന്തായിട്ട് മാറും? Na++Cl- ആയിട്ട് മാറും അല്ലേ. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറും? Na+ അയോണുകളും Cl- അയോണുകളുമായിട്ട് ഈ NaCl മാറും. മോൾട്ടൺ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതെന്തായിട്ട് മാറും? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോണുകളായിട്ട് മാറും. ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് അയോണിക് കോമ്പൗണ്ടുകളെ സിംപ്ലർ സബ്സ്റ്റൻസസ് ആയിട്ട് ഡികമ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഒരു ഇലക്ട്രോലൈറ്റ് ആണെന്ന് പറയാം. എന്താണ്? കോമ്പൗണ്ട് വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഒരു അയോണിക് കോമ്പൗണ്ട് എന്താണ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴോ അതെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സോഡിയം ക്ലോറൈഡ് ഒരു സോളിഡ് ഫോമിൽ ഇരിക്കുമ്പോൾ അല്ല ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ്? അതൊരു മോൾട്ടൺ സ്റ്റേറ്റിലോ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴോ അതെന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലേ. അപ്പോൾ അതിനെ നമുക്കൊരു ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം.
അപ്പം കോമ്പൗണ്ട് വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഡിസോൾഡ് ഇൻ വാട്ടർ ആണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോഡ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന രണ്ട് കണ്ടക്റ്റിംഗ് റോഡുകളെയാണ് നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് പോസിറ്റീവ് ഇലക്ട്രോഡും ഒന്ന് നെഗറ്റീവ് ഇലക്ട്രോഡും ആയിരിക്കും. ഇതിനെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിന് ഉള്ളിൽ നോൺ മെറ്റാലിക് പാർട്സുമായിട്ട് കോൺടാക്റ്റിൽ വരാനാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സർക്യൂട്ടിലെ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനുമായിട്ട് നമ്മൾ ആ സർക്യൂട്ടിനെ കോൺടാക്ട് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഈ ഇലക്ട്രോഡിനെ യൂസ് ചെയ്യുന്നത്. എ ഗുഡ് കണ്ടക്ടർ കണക്ട്സ് നോൺ മെറ്റാലിക് പാർട്ട് ഓഫ് എ സർക്യൂട്ട്. നമ്മൾ സർക്യൂട്ടിലെ എക്സ്റ്റേണൽ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഇപ്പം ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ എടുക്കുവാണെങ്കിൽ അതിനകത്തൊരു ഇപ്പം മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എടുത്തിരിക്കുന്നത് അതൊരു ഇലക്ട്രോലൈറ്റ് ആണല്ലോ. അപ്പോൾ ഇലക്ട്രോലൈറ്റിനുള്ളിലേക്ക് നമ്മൾ രണ്ട് റോഡ്സ് ഡിപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഗ്രാഫൈറ്റ് റോഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം അങ്ങനെയുള്ള റോഡിനെ നമ്മൾ ഡിപ്പ് ചെയ്യും. ആ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒരു എക്സ്റ്റേണൽ DC സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനുള്ളിലെ നോൺ മെറ്റാലിക് പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിലേക്ക് സർക്യൂട്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് റോഡുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടറാണ്. അത് നോൺ മെറ്റാലിക് പാർട്ട് ഓഫ് എ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്, ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ആനോഡ് കാഥോഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡാണ്. ആനോഡ് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡാണ്. കാഥോഡ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡാണ്. ഒരു ഗാൽവനിക് സെല്ലിലേക്ക് വരുമ്പോൾ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇലക്ട്രോകെമിക്കൽ സെല്ലുകളാണ്. ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിരിക്കും. ആനോഡ് പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. വാട്ട് ഈസ് ഓക്സിഡേഷൻ? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന റിയാക്ഷനുകളെയാണ് ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. കാഥോഡ് നെഗറ്റീവ് ആണ്. കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ ആയിരിക്കും. റിഡക്ഷനിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. കൃത്യമായിട്ട് അറിയുക, കാഥോഡ് നെഗറ്റീവ് റിഡക്ഷൻ എന്നറിയുക, ആനോഡ് പോസിറ്റീവ് ഓക്സിഡേഷൻ എന്നറിയുക. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. കാഥോഡ് നെഗറ്റീവ് ആണ്. കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണെന്നും ഓർത്തിരിക്കുക. ഇനി കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ഉണ്ട്. നമ്മൾ Na+ എന്നും Cl- എന്നും പറഞ്ഞില്ലേ? ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുമാണ്. നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണുകളെ വിളിക്കുന്നത് കാറ്റയോണുകൾ എന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകളെ ആനിയോണുകളും എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ കാറ്റയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആനിയോൺസും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാറ്റയോൺസ് ഈ രണ്ട് ഇലക്ട്രോഡ് ഇല്ലേ, ആനോഡ് കാഥോഡ്, അതിൽ ഏതിലേക്ക് പോകും? നമുക്കറിയാം ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിനടുത്തേക്ക് പോകുന്നത് ഏതായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഓപ്പോസിറ്റ് അല്ലേ എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആനയോൺസ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയുക, ആനയോൺസ് പോകുന്നത് എവിടേക്കായിരിക്കും? ആനോഡിലേക്കായിരിക്കും. ആനയോൺസ് പോകുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിലേക്കായിരിക്കും. ആനയോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അവർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡിലേക്ക് പോകുന്നു. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്, അവർ പോകുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാത്തോഡിലേക്കായിരിക്കുമെന്നും ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? പിന്നെ ഇലക്ട്രോളിറ്റിക് സെല്ല് ഞാൻ പറഞ്ഞു, ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് തന്നെയാണ്. ആ ഒരു ഇലക്ട്രോകെമിക്കൽ ഡിവൈസ് ആണ്. അവർ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡ്സും സർക്യൂട്ടും എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ്, അതാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്സിഡേഷനും ഉണ്ടാകും, റിഡക്ഷനും ഉണ്ടാകും. ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും റിഡക്ഷൻ നടക്കുന്നത് കാത്തോഡിലുമാണ്. നമ്മൾ എപ്പോഴും റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഹാഫ് റിയാക്ഷൻ ആയിട്ട് എഴുതുന്നത്. ഓക്സിഡേഷനിൽ നടക്കുന്ന ഇക്വേഷൻ നമ്മൾ എഴുതും, റിഡക്ഷനിൽ നടക്കുന്ന റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതും, എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ട് ആ റിഡോക്സ് റിയാക്ഷന്റെ മൊത്തം ഇക്വേഷൻ നമ്മൾ എഴുതും. പക്ഷേ ആക്ച്വലി ഇതെന്താണ്? രണ്ടും സൈമുൾട്ടേനിയസ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഈ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ചേരുന്ന ഒരു റിഡോക്സ് റിയാക്ഷനാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. റിഡോക്സ് മീൻസ് റിഡക്ഷൻ പ്ലസ് ഓക്സിഡേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. സോ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഒരു റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഒന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്.
ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഒരു അയോണിക് സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് അത് സിംപ്ലർ സബ്സ്റ്റൻസസ് ആയിട്ട് ഡികമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്തായിരിക്കും? യെസ്, വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ എന്താണ്? വാട്ടർ ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ അത് H+ ആൻഡ് OH- അയോണുകളായിട്ട് H2O ആണല്ലോ വാട്ടർ. അപ്പോൾ ഈ H2O എന്ന് പറയുന്നത് ഇതിലൂടെ ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്ത് പോകുന്നു. ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാട്ടർ ഡീകമ്പോസ് ചെയ്ത് H+ ആൻഡ് OH- അയോണുകളായിട്ട് മാറും അല്ലേ? H+ OH- അയോണുകളായിട്ട് മാറും. അപ്പോൾ ഈ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡും കാത്തോഡും ഉണ്ട്. അതിനെ ഒരു എക്സ്റ്റേണൽ DC സപ്ലൈ 6 വോൾട്ട് ഉള്ളൊരു സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് H+ ആൻഡ് OH- അയോണായിട്ട് മാറും. അതിനുശേഷം എന്ത് സംഭവിക്കും? ആനോഡിലും കാത്തോഡിലും 2 ഗ്യാസ് ഡിപ്പോസിറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? വാട്ടറിൽ നിന്ന് ഇൻവോൾവ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസുമാണ്. അപ്പോൾ വാട്ടറിന്റെ ഹൈഡ്രോളിസിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഫോം ചെയ്യുന്നത്. ഓക്സിജൻ ഗ്യാസ് ആനോഡിലും ഹൈഡ്രജൻ ഗ്യാസ് കാത്തോഡിലുമായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഹൈഡ്രോളിസിസ് ഓഫ് വാട്ടർ. ഇതിന്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓവറോൾ റിയാക്ഷൻ എന്താണ്? ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്താണ്? ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ മനസ്സിലാക്കാൻ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വാട്ടറിനെ എടുത്തിരിക്കുന്നു. വാട്ടർ ആക്ച്വലി നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? അപ്പോൾ അതൊരു പുവർ കണ്ടക്ടറാണ്. കണ്ടക്ടിവിറ്റി ഒന്ന് കൂട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് എന്താണ്? ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് കൂടെ ആഡ് ചെയ്യണം. കുറച്ച് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് കൂടി ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റി നന്നായിട്ട് കൂടും. അപ്പോൾ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ വേഗം തന്നെ അത് ഡീകമ്പോസ് ചെയ്തിട്ട് അയോണുകളായിട്ട് മാറും. അപ്പോൾ നമ്മളിവിടെ വാട്ടർ അതിനകത്തൊരു കുറച്ച് ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു അസിഡിഫൈഡ് വാട്ടറാണ്. ഈ അസിഡിഫൈഡ് വാട്ടറിനെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ അസിഡിഫൈഡ് വാട്ടറിലേക്ക് 2 ഇലക്ട്രോഡുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? പ്ലാറ്റിനം റോഡുകളാണ് നമ്മളിവിടെ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡ്സ് ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്താണ്? ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ അല്ലേ? ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ ബൈ ദ പസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 ഇലക്ട്രോഡുകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആനോഡ്, കാത്തോഡാണ്. ഇതിൽ ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റോഡാണ്. കാത്തോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റോഡാണ്. ഇനി ഈ ആനോഡിനെ നമ്മൾ എന്താണ്? ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കാത്തോഡിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്ലൈ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, DC സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഇതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? H+ അയോണുകളും H- അയോണുകളും OH- അയോണുകളുമായിട്ട് മാറും. ഇതിൽ ഈ OH- അയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോണുകളാണ്. OH- എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകളെ നമ്മൾ ആനയോണുകൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആനയോണുകൾ എങ്ങോട്ട് പോകും? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ പോസിറ്റീവ് റോഡായിട്ടുള്ള ആനോഡിലേക്ക് പോകും അല്ലേ? ആനോഡിലേക്ക് പോകും. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ടുള്ള H+ അയോണുകൾ ഇവരെന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റയോണുകളാണ്. കാറ്റയോണുകൾ എങ്ങോട്ടാണ് പോകുന്നത്? കാറ്റയോണുകൾ കാത്തോഡിലേക്കാണ്. കാത്തോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാത്തോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോണുകൾ ആനോഡിലേക്ക് പോകും. കാറ്റയോണുകൾ കാത്തോഡിലേക്ക് പോകും. അപ്പോൾ ഈ OH- അയോണുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. അവർ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ചെല്ലും. ഇലക്ട്രോഡിലേക്ക് ചെല്ലുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സസ് നെഗറ്റീവ് ചാർജ്, ദാറ്റ് മീൻസ് ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ ഈ ഒരു ഇലക്ട്രോഡിലേക്ക് കൊടുത്തുകൊണ്ട് അവരെന്തായിട്ട് മാറും? അവർക്ക് ലൂസ് ചെയ്യുക. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെന്തായിട്ട് മാറും? ന്യൂട്രൽ ആറ്റംസ് ആയിട്ട് മാറും. അപ്പോൾ OH- അയോണുകൾ ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുവാണ്. അതായത് ഇവിടെ ആനയോണുകൾക്ക് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ആനയോഡുകൾ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മൾ പഠിച്ചു ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ? അപ്പോൾ ആനയോണുകൾ ഗെറ്റ് ഓക്സിഡൈസ്ഡ് അറ്റ് ആനോഡ്. ക്ലിയർ ആയിരിക്കണം. ആനയോൺസ് OH- അയോൺസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് അറ്റ് ആനോഡ്. അതേപോലെ H+ അയോണുകൾ എന്ന് പറയുമ്പോൾ ഇവർ പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജുകൾ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാത്തോഡിലേക്ക് ചെല്ലും. അവിടെ നിന്നും ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ അവർക്ക് കാറ്റയോണുകൾ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് അവർക്ക് ഗെയിൻ ആണ്. അവർക്ക് സംഭവിക്കുന്ന റിഡക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ആനോഡിൽ നടക്കുന്നത് എന്താണ്? ആനോഡിൽ നടന്നത് ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുകയും അതേപോലെ തന്നെ കാത്തോഡിൽ എന്താണ്? കാത്തോഡിൽ റിഡക്ഷൻ ആണെന്നും ഓർത്തിരിക്കുക. കാത്തോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ കാറ്റയോൺസ് റെഡ്യൂസ്ഡ് ആവുകയാണ്. കാറ്റയോൺസ് റെഡ്യൂസ്ഡ് ആയിട്ട് എന്ത് സംഭവിക്കും? H+ അയോണുകൾ ഇവിടുത്തെ ഇലക്ട്രോൺസുമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ ഇവോൾവ് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? OH- അയോണുകൾ ഇവിടെ വന്നിട്ട് ആനോഡിലേക്ക്
കാത്തോഡിലേക്ക് അവിടെ ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് എന്ത് സംഭവിക്കും, അവിടെ ഓക്സിജൻ ഗ്യാസ് ഇവിടെ ഇവോൾവ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നത് കാത്തോഡിലും ഓക്സിജൻ ഗ്യാസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, ആനോഡിലുമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് കിട്ടുവാണ് അല്ലേ, അപ്പം ആനോഡുകൾ ഇലക്ട്രോൺസിനെ കിട്ടുകയാണ്. ഈ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യും, ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ വന്ന് ഇങ്ങനെ വന്ന് ഇപ്പുറത്തേക്ക് വരും. ദാറ്റ് ഈസ് അങ്ങനെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. ഈ ഇലക്ട്രോണുകൾ എന്താണ് ആനോഡിൽ നിന്നും ഇങ്ങനെ വന്ന് കാത്തോഡിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. അപ്പോൾ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനും കാത്തോഡിൽ നടക്കുന്നത് റിഡക്ഷനുമാണെന്ന് നോക്കുക. ഇനി ആനോഡിൽ നടക്കുന്ന ആ ഒരു റിയാക്ഷനെ നമ്മൾ എഴുതുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക, ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഓക്സിജൻ ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കുക. ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്, ഇതിപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ എഴുതിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ വാട്ടർ, അതിനകത്ത് 4 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ, ഓക്സിജൻ 2 ഓക്സിജൻ ആണ്, ഇപ്പുറത്തും 2 ഓക്സിജൻ ആണ്, ദെൻ 4 ഇലക്ട്രോൺസ്. അപ്പം ആനോഡിൽ എന്താണ് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്, അവിടെ ഓക്സിജൻ ഗ്യാസ് ആണ് ഇവോൾവ് ചെയ്യുന്നത്, ഓക്സിജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. നമ്മളിവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ ഗ്യാസിനെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഡൗൺവേർഡായിട്ട് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് വെക്കും, സ്റ്റോപ്പറൊക്കെ വെച്ചിട്ട് അതിനകത്ത് വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് ഇവിടെ വെക്കും. അതേപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് പൊസിഷനിൽ ഒരു ടെസ്റ്റ് ട്യൂബ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെയും ഓക്സിജൻ ഗ്യാസിനെയും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത് 2H2O gives O2 പ്ലസ് 4H++ 4 ഇലക്ട്രോൺ ആണ്. ഓക്കെ, കാത്തോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ എന്തായിരിക്കും, 4H++ 4 ഇലക്ട്രോൺ ഗീവ്സ് എന്താണ് 2 ഹൈഡ്രജൻ ആയിരിക്കും. കാത്തോഡിൽ എന്താണ് ഇവോൾവ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും കാത്തോഡിൽ ഇവോൾവ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു നെറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ഓവറോൾ ഇവിടെ എന്താ നടന്നത്, ഓവറോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ് നടന്നത് അല്ലേ. ഇപ്പോൾ ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ ആണ്. ആനോഡിൽ നടന്ന ഓക്സിഡേഷനും കാത്തോഡിൽ നടന്ന റിഡക്ഷനും കൂടെ ചേർത്ത് ഇവിടെ നമുക്ക് ഓവറോൾ റിയാക്ഷൻ ആയിട്ട് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഈ റിഡോക്സ് റിയാക്ഷൻ്റെ മൊത്തം ഒരു റിയാക്ഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെയാണ്, ഈ 4H+ഉം 4H+ഉം കട്ട് ചെയ്തു, 4 ഇലക്ട്രോണും 4 ഇലക്ട്രോണും പോയി. പിന്നെ നമുക്ക് ടോട്ടൽ കിട്ടുന്ന എന്താണ്, 2 വാട്ടർ മോളിക്യൂൾ നമ്മൾ ഡികമ്പോസ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്, ഓക്സിജൻ ഗ്യാസും 2 ഹൈഡ്രജൻ ഗ്യാസും കിട്ടിയത് അല്ലേ. O2 പ്ലസ് 2H2 ആണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മളുടെ റിഡോക്സ് റിയാക്ഷൻ്റെ ഒരു ഓവറോൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 2 വാട്ടർ മോളിക്യൂൾ ഡികമ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഓക്സിജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും എങ്ങനെയാണ്, ഒരു ഓക്സിജൻ മോളിക്യൂൾ കിട്ടിയപ്പോൾ 2 ഹൈഡ്രജൻ മോളിക്യൂൾ കിട്ടി. റേഷ്യോ കണ്ടില്ലേ, 1:2 ആണ്. ഒരു ഓക്സിജൻ കിട്ടിയപ്പോൾ 2 ഹൈഡ്രജൻ കിട്ടി. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജന് കിട്ടുന്ന വോളിയത്തിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഹൈഡ്രജന് കിട്ടുന്ന വോളിയം. അപ്പോൾ ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻവേർട്ടഡ് പൊസിഷനിൽ 2 ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബ്, വാട്ടർ ഫില്ല് ചെയ്ത് 2 ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് സ്റ്റോപ്പറൊക്കെ വെച്ച് അടച്ചിട്ട് അതിനുള്ളിലാണ് നമ്മൾ എന്താ ഓക്സിജൻ ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കളക്ട് ചെയ്ത് കിട്ടുന്ന ഓക്സിജൻ്റെ വോളിയം എത്രയാണോ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഹൈഡ്രജൻ്റെ വോളിയം എന്ന് ഓർത്തിരിക്കുക. ഓക്സിജൻ്റെ വോളിയത്തിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഹൈഡ്രജൻ്റെ വോളിയം, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് ഡിസ്കസ് ചെയ്ത്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ദ ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ ഇൻടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ബൈ ദ പസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് അല്ലേ. അതായിരുന്നു ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടേം കൂടെ അറിഞ്ഞിരിക്കുക. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം സെല്ലിനുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ കാഥോഡിൻ്റെ പൊട്ടൻഷ്യലും ആനോഡിൻ്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. കാഥോഡിന് ഒരു പൊട്ടൻഷ്യൽ കാണും, അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചിട്ടൊക്കെയാണ് മെഷർ ചെയ്യുന്നത്, പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കാഥോഡ് പൊട്ടൻഷ്യലും ഉണ്ട്, ആനോഡ് പൊട്ടൻഷ്യലും ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും സെൽ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, ആനോഡിൽ ഓക്സിഡേഷൻ നടന്നിട്ട് ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ കിട്ടുന്നത് ഈ ഒരു വാട്ടറിൻ്റെ ഹൈഡ്രോളിസിസിൽ കിട്ടുന്നത് 0.43 വോൾട്ട് ആണ്. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു, റിഡക്ഷനിൽ നമുക്ക് കിട്ടുന്ന കാഥോഡ് പൊട്ടൻഷ്യൽ -0.80 വോൾട്ട് ആണ്. അപ്പോൾ ഓവറോൾ എടുക്കുമ്പോൾ എന്താണ്, E0 കാഥോഡ് -E0 ആനോഡാണ്. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒന്ന് നെഗറ്റീവ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന -1.23 വോൾട്ട് ആണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ അവിടെ ഒരു മിനിമം റിക്വയർഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1.23 വോൾട്ട് ആണ്. ആ ഒരു വാല്യൂ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. E0 സെൽ -1.23 വോൾട്ട് ആണ്. അതേപോലെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പോയിന്റ് ആണ്, ഹൈഡ്രജൻ ഈസ് ഡബിൾ ഇൻ വോളിയം ദാൻ ഓക്സിജൻ. ഇവിടെ ഹൈഡ്രജൻ്റെ വോളിയം ഓക്സിജൻ്റെ വോളിയത്തിൻ്റെ ഡബിൾ ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിൻ്റെ ഒരു
ഒരു ആപ്ലിക്കേഷനാണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മുടെ സിലബസിൽ പറയുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. ഇപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് പഠിച്ചു. ഇലക്ട്രോളിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചീപ്പറായിട്ടുള്ള ഒരു മെറ്റൽ നമുക്ക് ഉണ്ടാക്കണം. നമ്മളെന്താണ് ഈ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജുവലറീസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ചെമ്പിൻ്റെ മുകളിൽ ഗോൾഡ് പൂശുന്നു അല്ലേ. എന്താ പറയുക, ചീപ്പറായിട്ടുള്ള ജുവലറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇമിറ്റേഷൻ ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ജുവലറി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം റസ്റ്റിംഗ് ഓഫ് അയൺ, കുറേ നാൾ മെറ്റൽ എന്താണ് നമ്മളുടെ എയറുമായിട്ട് എൻവയോൺമെൻറ്റുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ആ മോയ്സ്ചറുമായിട്ട് അത് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, അത് റസ്റ്റിംഗ് ആവും അല്ലേ, തുരുമ്പിക്കും. അപ്പോൾ അവിടെ റസ്റ്റിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു മെറ്റലിൻ്റെ മുകളിലൂടെ, അതായത് ഇപ്പോൾ ഒരു അയൺ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കൊറോഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പർപ്പസസിന് വേണ്ടി കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇമിറ്റേഷൻ ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള പർപ്പസുകളിലൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒരു മെറ്റലിന് മുകളിൽ മറ്റൊരു മെറ്റലിൻ്റെ ഒരു തിൻ ലെയർ കൊണ്ട് കോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോട്ടിങ് നടക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റിംഗ് എ തിൻ ലെയർ ഓഫ് എ മെറ്റൽ ഓവർ അനദർ മെറ്റൽ ബൈ ദ പസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ എന്താണ് ഡിപ്പോസിറ്റിംഗ് എ തിൻ ലെയർ ഓഫ് എ ഡിസയേർഡ് മെറ്റൽ ഓവർ അനദർ മെറ്റൽ ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിൻ്റെ സർഫസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കോട്ട് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഓർത്തിരിക്കേണ്ട 3 കീ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗിൽ ഓർത്തിരിക്കേണ്ട കാര്യം. ഫസ്റ്റ്, മെറ്റൽ ഓൺ വിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് ടേക്സ് പ്ലേസ്. നമ്മൾ പറഞ്ഞു ഒരു മെറ്റലിലേക്ക് മറ്റൊരു മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്യുവാണ്. അപ്പോൾ ഏതു മെറ്റലിലാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത് അതിനെ കാത്തോഡായിട്ട് എടുക്കും. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. കോട്ടിങ് എ തിൻ ലെയർ ഓഫ് സിൽവർ ഓൺ ആൻ അയൺ സ്പൂൺ. ഒരു അയണിൻ്റെ സ്പൂണിലേക്ക് ഒരു സിൽവർ കൊണ്ടുള്ളൊരു കോട്ടിംഗ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു അയൺ സ്പൂൺ എടുത്താൽ ആ അയൺ സ്പൂണിലേക്കാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത് അല്ലേ. ഇപ്പോൾ മെറ്റൽ ഓൺ വിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് ടേക്സ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കാത്തോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ അയണിൻ്റെ ആ ഒരു സ്പൂണാണ് നമ്മളുടെ എന്തെന്ന് വിളിക്കുന്നത്, കാത്തോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയണിൻ്റെ ആ ഒരു സ്പൂണാണ് കാത്തോഡ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്, അയൺ സ്പൂണിലേക്കാണ് നമ്മൾ എന്ത് സിൽവർ വെച്ച് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽ ഓൺ വിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് ടേക്സ് പ്ലേസ് എന്ന് പറയുന്നത് കാത്തോഡാണ്. ഇവിടെ എന്താണ്, ഇവിടെ അയൺ സ്പൂണാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, കാത്തോഡായിട്ട് എടുക്കുന്നത്. ഇനി മെറ്റൽ വിച്ച് ഈസ് ഗോയിങ് ടു ബി പ്ലേറ്റഡ്. ഏതു മെറ്റൽ ആണോ പ്ലേറ്റ് ചെയ്യുന്നത്, ഏതുകൊണ്ടാണോ നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, കോട്ടിങ് എ തിൻ ലെയർ ഓഫ് സിൽവർ. അപ്പോൾ സിൽവർ വെച്ചിട്ടാണ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആനോഡ് എന്താണ്, സിൽവർ ആയിരിക്കും നമ്മളുടെ ആനോഡ് എന്ന് പറയുന്നത്. ഇനി സോൾട്ട് സൊല്യൂഷൻ ഓഫ് ദ മെറ്റൽ ടു ബി പ്ലേറ്റഡ്. സോൾട്ട് സൊല്യൂഷൻ ഓഫ് ദ മെറ്റൽ ടു ബി പ്ലേറ്റഡ്. ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത്, അതായത് ആനോഡിൽ എടുക്കുന്ന മെറ്റൽ, നമ്മൾ ഏത് മെറ്റൽ വെച്ചിട്ടാണോ പ്ലേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ ആനോഡ്. അപ്പോൾ ആ ആനോഡിൽ എടുക്കുന്ന മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം ഈ ഒരു ഇലക്ട്രോളിസിസിലെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കണം, ആനോഡിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം. ഏതുകൊണ്ടാണോ കോട്ട് ചെയ്യുന്നത് അതാണ് ആനോഡ്, അതിൻ്റെ സോൾട്ട് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സിൽവർ ആണ് കോട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് സിൽവറിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ. അപ്പം നമുക്ക് സിൽവറിൻ്റെ സിൽവർ സയനൈഡ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് വേണമെങ്കിൽ എടുക്കാം. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെക്കാനിസം നമുക്ക് ഡയഗ്രാം വെച്ചിട്ടൊന്ന് നോക്കാം. നമ്മൾ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു ആനോഡായിട്ട് എടുക്കേണ്ടത് ഏത് മെറ്റലിനെയാണോ കോട്ട് ചെയ്യേണ്ടത് അതാണ് ആനോഡ്. കാത്തോഡ് എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണോ കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റലിനെയാണ് കാത്തോഡായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ സിൽവറിനെ അയണിലേക്കാണ് കോട്ട് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് സിൽവറിൻ്റെ ഒരു റോഡാണ് ആനോഡ്. കാത്തോഡായിട്ട് എടുത്തിരിക്കുന്ന അയണിൻ്റെ ഒരു റോഡാണ്. ഓക്കെ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ആനോഡ് ഏതാണോ അതിൻ്റെ സൊല്യൂഷൻ വേണം അല്ലേ. ആനോഡ് സിൽവർ ആയതുകൊണ്ട് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ്, ഓർ സിൽവർ സയനൈഡ് സൊല്യൂഷൻ വേണമെങ്കിലും എടുക്കാം. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ സപ്ലൈ, പവർ സപ്ലൈ ഓൺ ആക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡാണ്. അപ്പോൾ ഈ സൊല്യൂഷനിൽ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ വരുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണുകൾ ഏതാണ്, Ag+ അയോൺ അല്ലേ. ഈ സിൽവർ അയോണുകൾ എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും,
നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയൺ റോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ സൊല്യൂഷനിൽ നിന്നും Ag+ അയോണുകൾ എന്താണ് കാത്തോഡിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് അയോൺ, അത് അവിടെ നിന്ന് ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഈ Ag+ അയോണ് അയണിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്താണ് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ന്യൂട്രൽ ആറ്റമായിട്ട് മാറുന്നു. അപ്പോൾ സിൽവർ എന്താണ് ഇതിന് പുറത്ത് ലെയറായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതേ സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സിൽവർ റോഡ് എന്ത് ചെയ്യും? ഈ സിൽവർ റോഡ് ഇലക്ട്രോൺസിനെ എന്താണ് ഗിവ് ഔട്ട് ചെയ്തുകൊണ്ട് അത് സിൽവർ അയോണുകളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ആനോഡിലെ സിൽവർ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഗിവ് ഔട്ട് ചെയ്തുകൊണ്ട് Ag+ അയോൺ ആയിട്ട് മാറിയിട്ട് അതും എന്തിലേക്ക് പോകും? കാത്തോഡിലേക്ക് പോകും. അപ്പോൾ റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്തോറും ഇവിടെയുള്ള ഈ ആനോഡിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആനോഡ് എന്ത് ചെയ്യും? ആനോഡിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സിൽവർ ആറ്റംസ് ആയിട്ട് ഈ കാത്തോഡിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സിൽവർ മെറ്റൽ എന്ന് പറയുന്നത് ഈ അയൺ റോഡിലേക്ക് കോട്ട് ചെയ്ത് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇന്ന് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത്. ഇതിൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, അതേപോലെ തന്നെ എക്സോതെർമിക്, എൻഡോതെർമിക്, അതിൽ വരുന്ന എൻതാൽപി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് കണ്ടന്റ്, ഇലക്ട്രോളിസിസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ്, ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ചെറിയ ചാപ്റ്റർ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.